വെറും ഒരു കുപ്പിപ്പാൽ. സ്നേഹമുള്ള DCL കുടുംബാംഗങ്ങളെ, ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത്. പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു. നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാൽ ഗ്രാമത്തിൽ എല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത്. ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ചിട്ട് നിലത്തേക്കാണ് ഇട്ടത്. കടലാസും മറ്റിട്ടിരുന്ന ബേക്സ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത്. പെട്ടെന്നാണ് സംഭവിച്ചത്. ഫാനിന്റെ കാറ്റത്ത് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു. തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി. നോക്കിയപ്പോൾ ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു. എന്നാൽ ആൾക്കാർ ഓടിയെത്തിയപ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ കെടുത്തപ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്നു. അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു, എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല? അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല. താടിക്ക് കൈത്താങ്ങ് കൊടുത്ത് അയാൾ വിതുമ്പി കരഞ്ഞു. നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ, കടയിൽ പാലുണ്ടായിരുന്നില്ലേ? വെറും ഒരു കുപ്പിപ്പാൽ കൊണ്ട് തുടക്കത്തിലെത്തി ഈസിയായി കെടുത്താമായിരുന്നില്ലേ? അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. പാൽ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു. വെള്ളം കൊണ്ട് തീ കെടുത്താമെന്നു കരുതി ഒരു കുപ്പിപ്പാലിന് വിലയായി എന്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ. കൂട്ടുകാരെ, നമ്മളിൽ ചിലർ ഇങ്ങനെയാണ്. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല. വെറുതെ വെച്ച് താമസിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ട്. ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡ്ഢികളാണ്. ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഈ കഥ നമ്മുടെ ജീവിതമാണ് സങ്കല്പിക്കുക. സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ്, വീഴ്ചകളാണ്. തുടക്കത്തിൽ തീ വളരെ ചെറുതാണ്. ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൻ. ഈ ഒരു കുപ്പിപ്പാൽ അഡിഷൻസും ഇഷ്ടമുള്ളതാണ്. കടയിലെ എല്ലാ സാധനങ്ങളും വില കൊടുക്കത്തേ. നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽക്കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട്. അത് ആനമണ്ടത്തരമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അയാളെ കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ആ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം. സമയം കഴിഞ്ഞുള്ള വീണ്ടുവിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല. നാളചരിതം ആട്ടക്കഥയിലെ ഉണ്ണായിയാരുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം. പാരസാം നിശ്ചയം വാർത്തൊഴിഞ്ഞളവ് സേതുബസ നേദ്യം ഗമമെന്തടേ. വെള്ളം ഒഴുകിപ്പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്ന എന്തിനാണ്? ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യം. നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ, അത് ഉചിതമായ സമയത്ത് തന്നെ ആയിരിക്കട്ടെ. സ്നേഹപൂർവ്വം, സ്വന്തം കൊച്ചേട്ടൻ.